സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ തൃശ്ശൂര്. പക്ഷെ പണിക്കൂലി, HUID, ഹോൾസെയിൽ വില എല്ലാം നോക്കണേ. എല്ലാം നോക്കി. ഇനി അഡോറ മതി. അഡോറ ജുവലേഴ്സ്, കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം ജ്വല്ലറി, ഇക്കാണ്ടവാരി റോഡ്, തൃശൂർ, യൂണിറ്റ് ഓഫ് TCCom. കേരളമാകെ നടത്തിയ 1000 കോടി രൂപയുടെ സീഡ് തട്ടിപ്പ് എരുമപ്പെട്ടിയിലും. തട്ടിപ്പിന് നേതൃത്വം നൽകിയ മഹിളാ കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഡിവൈഎഫ്ഐയും എരുമപ്പെട്ടിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന സഫീന അസീസ്, കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന PS സുനീഷ് എന്നിവർ പ്രധാന കോർഡിനേറ്റർമാരായാണ് എരുമപ്പെട്ടി പഞ്ചായത്തിൽ സീഡ് സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത്. ഏകദേശം 200ഓളം പേർ എരുമപ്പെട്ടിയിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് സൂചനയുള്ളത്. ഇതിൽ കൂടുതലും വനിതകളാണ്. സ്കൂട്ടർ, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പുകൾ എന്നിവ പകുതി വിലയിൽ നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ്. മെമ്പർഷിപ്പ് ഫീസായി 325 രൂപയും ആവശ്യമുള്ള സാധനങ്ങളുടെ പകുതി വിലയായി വൻ തുകകൾ പലരിൽ നിന്നും ഈടാക്കിയിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ എരുമപ്പെട്ടി പോലീസിൽ തട്ടിപ്പിനിരയായവർ നൽകിയിട്ടുണ്ട്. തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ് നേതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഡിവൈഎഫ്ഐയും ധർണ നടത്തി. കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, റീന വർഗീസ് എന്നിവരും ഈ തട്ടിപ്പിൽ പങ്കാളികളാണെന്ന് ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും ആരോപിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറായിരുന്ന സുനീഷിന്റെയും നിലവിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള റീന വർഗീസിന്റെയും എരുമപ്പെട്ടിയിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും എല്ലാ പുറമ്പോക്ക് ഭൂമികളുടെയും അവകാശി ഞാനും എന്റെ മുൻ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള എന്റെ പിതാവുമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് എരുമപ്പെട്ടിയിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും തുടക്കം വയ്ക്കുന്ന മാന്യനായിട്ടുള്ള 17ാം വാർഡ് മെമ്പർ MC ഐജു ഉൾപ്പെടെയുള്ളവർ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇവിടെ സീഡിന്റെ നേതൃത്വത്തിൽ പരിപാടി നടത്തി ഒരു അരി വിതരണം നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ വായിച്ചു കണ്ടു. പക്ഷെ അതൊന്നും ഇതിന്റെ ഇതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീടാണ് പ്രാഥമിക മെമ്പർഷിപ്പ് 400 രൂപയോ കൊടുത്ത് പ്രാഥമിക മെമ്പർഷിപ്പ് ഈ സീഡിൽ ചേർന്ന് മഹിളാ കോൺഗ്രസിന്റെ കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റായിട്ടുള്ള സഫീന അസീസ് ഈ സ്ഥാപനത്തിന്റെ സംഘത്തിന്റെ ഒരു പ്രധാന ഭാരവാഹിയാണ് എന്ന് പറയുന്നത്. ഇന്നലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ സെക്രട്ടറി NM മിഥുൻ അധ്യക്ഷനായി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, സുമന സുഗതൻ, MV വിനീത്, സ്വപ്ന പ്രദീപ്, ദിവ്യ മനോജ്, നകുല പ്രമോദ്, PP ഷിജിത്ത് എന്നിവർ സംസാരിച്ചു. VCV ന്യൂസ്, എരുമപ്പെട്ടി.